أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ജഗന്നിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ നിന്ന് വേർപെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും അവരെയും എല്ലാം പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറുദീസയിൽ ഒത്തുചേർക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മുടെ ഈ വർഷത്തെ ഹാജിമാര് ഹജ്ജിന്റെ അമലുകളെല്ലാം നിർവഹിച്ച ശേഷം പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാടായ മദീനയിലേക്കുള്ള യാത്രയിലാണ്. ചിലർ ഹജ്ജിന് മുമ്പ് മദീന സന്ദർശിച്ചവർ, മറ്റു ചിലർ ഹജ്ജിന് ശേഷം മദീന സന്ദർശിക്കുന്നവർ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ ഭവനമായ കഅബയെ ലക്ഷ്യം വെച്ച് പുറപ്പെട്ട ഹാജിമാരും ഹജ്ജുമ്മമാരുമെല്ലാം മദീനയിലേക്ക് പ്രവഹിക്കുന്ന വർഷത്തിലെ ഒരു അപൂർവ മുഹൂർത്തമാണ്. മദീനത്തുർ റസൂൽ എന്നാണ് പറയുക. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന, അല്ലെങ്കിൽ ബലദുർ റസൂൽ എന്ന് പറയും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്. അത്ഭുതമാണ് ആ പ്രയോഗം. മക്കയിലാണ് 53 വർഷം ആ പ്രവാചകർ ജീവിച്ചത്, ജനിച്ചത്, ജീവിച്ചത്, വളർന്നത് 53 വയസ്സ് വരെ. വെറും 10 വർഷത്തെ ജീവിതം കൊണ്ട് എങ്ങനെയാണ് മദീന റസൂലിന്റെ നാടായത് സല്ലല്ലാഹു അലൈഹി വസല്ലം. തറവാട് മക്കയിലാണ്, കുടുംബങ്ങൾ മക്കയിലാണ്, ജനനവും കുട്ടിക്കാലവും കൗമാരവും യൗവനവും മധ്യവയസ്കതയും എല്ലാം മക്കയിൽ. നമ്മളുടെ നാട്, എന്റെ നാട് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും അങ്ങനെ പറയാറുണ്ട്. നമ്മുടെ ജനനം, നമ്മൾ ചിലപ്പോൾ ഇവിടെ തന്നെ എന്റെ സ്വന്തം സ്ഥലം ഇതല്ല, വേറെയാണ് എന്ന് പറയും. ഞാനിവിടെ വന്നിട്ട് ഇത്ര വർഷമായി, 40 വർഷം 50 വർഷം ജീവിച്ചാലും നമ്മൾ പറയും എന്റെ നാട് അപ്പുറത്താണെന്ന് പറയും. പക്ഷെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 വർഷം ജീവിച്ച മദീന, മദീനത്തുർ റസൂൽ, ബലദുർ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട് മദീന. ക്രൈറ്റീരിയ സ്നേഹമാണ്, പ്രണയമാണ്, വേറൊന്നുമില്ല. കുടുംബമില്ലല്ലോ, ജനനം അവിടെയല്ലല്ലോ, കൗമാരവും യൗവനവും മധ്യവയസ്കതയും അവിടെയല്ലല്ലോ, പ്രവാചകത്വം പോലും ലഭിച്ചത് അവിടെയല്ലല്ലോ, മക്കയിലല്ലേ. എന്നിട്ടും 10 വർഷത്തെ സ്നേഹോഷ്മളമായ ഒരു ജീവിതം മദീന. മദീന എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ തളം കെട്ടുന്ന ഒരു പ്രണയവും സ്നേഹവും അതിനതേ പറയാനുള്ളൂ. കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, ആശ്വാസത്തിന്റെ തെളിനീര് വർഷിപ്പിക്കുന്ന ഒരിടം പുണ്യ നബിയുടെ മദീന സല്ലല്ലാഹു അലൈഹി വസല്ലം. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഈ നാട്ടുകാർക്ക്
ലോകത്തിന്റെ വിഭവ സമൃദ്ധമായ ഉൽപ്പന്നങ്ങൾ പ്രദാനം ചെയ്യണമേ. ഈ ഗേഹത്തെ, ഈ പ്രദേശത്തെ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാക്കണമേ. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിന്, ആഗമനത്തിന് പരവതാനി വിരിച്ച പ്രാർത്ഥന ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം. മദീന പൂത്തുലഞ്ഞത് പുണ്യ നബിയുടെ പ്രാർത്ഥനയിൽ നിന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم حبب إلينا المدينة من مكة أو أشد منها. റസൂലിന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മക്കയേക്കാൾ മദീന പ്രിയപ്പെട്ടതാക്കണമേ എന്ന്. മക്കയേക്കാൾ മദീന പ്രിയപ്പെട്ടതാക്കണമേ. അതിനേക്കാളും കഠിനമായ പ്രണയം മദീനയോട് ഞങ്ങൾക്ക് തരണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തു തന്നെയാണെങ്കിലും 53 വർഷക്കാലഘട്ടം തങ്ങളുടെ തറവാട് വിട്ട് മക്കയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കഅബത്തുള്ളയെ നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മക്ക നീ എത്ര അനുഗ്രഹീതമാണ്, നിന്റെ സുഗന്ധം എത്ര അനുഗ്രഹീതമാണ്. നിന്റെ ജനത എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും മക്കയുടെ മാതട്ട് വിട്ട് ഞാൻ പുറത്തേക്ക് പോകില്ലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറിച്ചു നടപ്പെടുകയായിരുന്നു മദീനയിലേക്ക്. അവിടെ ഒറ്റപ്പെടുത്തലുകളുടെ, നിസ്സഹായതയുടെ, പരിഹാസങ്ങളുടെ, ആക്ഷേപങ്ങളുടെ കഥകളേറെ റസൂലുള്ളാഹി തങ്ങളുടെ ഹിജ്റയ്ക്ക് പറയാനുണ്ട്. മദീന റസൂലുള്ളാഹി തങ്ങളെ അണച്ചു പിടിച്ചു. മദീന റസൂലിനെ അണച്ചു പിടിക്കുന്നത് മക്കയിൽ വെച്ചാണ്. പ്രവാചകത്വത്തിന്റെ 10ാം വയസ്സിൽ, അതായത് പ്രവാചകന്റെ 50ാം വയസ്സിന് ശേഷം മദീനയിൽ നിന്ന്, അന്ന് യസ്രിബ് എന്നാണ് അതിന്റെ പേര്, യസ്രിബിൽ നിന്ന് വന്ന, കഅബയെ ലക്ഷ്യം വെച്ച് വന്ന ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്ധിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി പ്രതിജ്ഞയിൽ ഏർപ്പെടുകയും അതിനെ തുടർന്നാണ് പ്രവാചകൻ മദീനയിലേക്ക് യാത്ര ചെയ്യുന്നത്. അതിനു മുമ്പ് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന പണ്ഡിതനായ സഹാബി വര്യനെ മദീനയിലേക്ക്, അന്നത്തെ യസ്രിബിലേക്ക് പ്രവാചകൻ നിയോഗിക്കുന്നു ഇസ്ലാം പഠിപ്പിക്കാൻ. അന്ന് യസ്രിബ് എന്ന് പറഞ്ഞാൽ പ്രബലമായ 3 ജൂത ഗോത്രങ്ങളുള്ള ഒരു പ്രദേശമാണ്. ബനു നളീർ, ബനു ഖൈനുഖാ, ബനുൽ മുസ്തലഖ്, ഈ 3 ഗോത്രങ്ങൾ. യമനിലെ അണക്കെട്ട് പൊട്ടിയപ്പോൾ പലായനം ചെയ്തു വന്ന യമനികളായ മദീനക്കാർ, ഔസും ഖസ്റജും, ഈ 2 ഗോത്രങ്ങൾ വേറെയുമുണ്ട്. ഒരേ തറവാട്ടിൽ പറന്ന 2 ഗോത്രങ്ങൾ തമ്മിൽ കലഹിക്കുമ്പോൾ അതിന്റെ മധ്യത്ത് കയറി നിന്ന് അവസരം ഉപയോഗിച്ച് രക്തമുറ്റി കുടിച്ച ജൂതന്മാർ അവിടെയുണ്ട്. അവരെപ്പോഴും തെറ്റിയിരിക്കണം, അവരെപ്പോഴും വൈര്യത്തിലായിരിക്കണം. അങ്ങനെ യസ്രിബ് സംഘർഷഭരിതമായിരുന്നു, അസ്വസ്ഥമായിരുന്നു. മാനസികമായും ശാരീരികമായും യസ്രിബ് ക്ഷയിച്ചു പോയിരുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ എത്തുന്നതിന് മുമ്പുള്ള യസ്രിബിന്റെ കഥ. എന്ന് മാത്രമല്ല, അവിടെ പ്രശസ്തമായ പനിയും വസൂരിയും ഉണ്ടായിരുന്നു. മനുഷ്യർക്ക് വാസയോഗ്യമല്ലാത്ത കാലാവസ്ഥയായിരുന്നു. നല്ല കാർഷിക മേഖലയാണ്. ലോകത്തെ ഏറ്റവും മുന്തിയ ഈത്തപ്പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രദേശമായിരുന്നു. പക്ഷെ അവരുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അതവരെ ശരീരത്തെ കാർന്നു തിന്നുമായിരുന്നു. സംഘർഷഭരിതമായ കാലാവസ്ഥയിൽ ജീവിച്ച ഒരു സമൂഹം സ്നേഹത്തിന്റെ ഒരു ശബ്ദം കൊതിച്ചിരുന്നു. പറയാൻ, ചേർത്ത് നിർത്താൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ഈ അവസരം മുതലാക്കി കുപ്പായം തുന്നി മദീനയുടെ രാജാവാകാൻ. കിരീടവും ഒരുങ്ങി, സിംഹാസനവും ഒരുങ്ങി. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ മുനാഫിഖായിരുന്നു. സംസാരിച്ച ആളുകളെ കീഴ്പ്പെടുത്താൻ,
കഴിയുന്ന കാബാലികനായിരുന്നു. വഇദാ റഅയ്തഹും തുഅജിബുക അജ്സാമുഹും വഇൻ യഖൂലൂ തസ്മഅ ലിഖൗലിഹിം കഅന്നഹും ഖുശുബുൻ മുസന്നദ. മുനാഫിഖീങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, താങ്കൾ അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തസ്മഅ ലിഖൗലിഹിം, ആ മധുര മനോഹരമായ മയക്കങ്ങളുടെ പേരിൽ മയക്കി സുഖിപ്പിച്ച ആളുകളെ വർത്താനം പറയുന്നതിന്റെ പേരിൽ കേട്ടിരുന്നു പോകും. തസ്മഅ ലിഖൗലിഹിം കഅന്നഹും ഖുശുബുൻ മുസന്നദ. കാഴ്ചയിൽ ആകാരവടിയുള്ള സംസാരത്തിൽ വലിയ നൈർമല്യം കാത്തു സൂക്ഷിക്കുന്ന, എന്നാൽ ഉള്ളിൽ വൈര്യം വെച്ച് പുലർത്തുന്ന ആ ആളുകളുടെ തലവനായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ മദീനയുടെ കിരീടം വെക്കുന്ന രാജാവാകാൻ വേണ്ടി കുപ്പായം തുന്നിയിടുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖാന്തരം പരിശുദ്ധമായി ഇസ്ലാം സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, മുഴുവൻ വൈര്യങ്ങൾക്കും അസ്തമയം കുറിച്ചുകൊണ്ട് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് അവിടെ ജൂതന്മാരെയും ചേർത്ത് നിർത്തി, ഔസിനെയും ചേർത്ത് നിർത്തി, ഖസറജിനെയും ചേർത്ത് നിർത്തി, ഒറ്റ പേര് കൊടുത്തു, അൻസാർ. ഔസും ഖസറജുമാണ് അൻസാർ എന്ന് വിളിക്കപ്പെട്ടു. എന്താ അർത്ഥം? ഇനി പഴയ ഗോത്രീയമായ നാമങ്ങൾ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ അൻസാറുകളാണ്, ഇസ്ലാമിന്റെ കരുത്തുറ്റ സഹായികളാണ് നിങ്ങൾ. അല്ലാഹുമ്മ റഹമിൽ അൻസാർ, അല്ലാഹുവേ ഈ ദീനിന്റെ സഹായികൾക്ക് നീ കരുണ ചെയ്യണമേ. വർഹം അബ്നാഅൽ അൻസാർ, അൻസാരികളുടെ മക്കൾക്ക് നീ കരുണ ചെയ്യണമേ. വർഹം അബ്നാഇൽ അൻസാർ, അൻസാരികളുടെ മക്കളുടെ മക്കൾക്ക് നീ കരുണ ചെയ്യണമേ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയാണ് ഇന്നും മദീന അനുഭവിക്കുന്ന സമാധാനത്തിന്റെ, ശാന്തിയുടെ, അസ്വസ്ഥതകളില്ലാത്ത അന്തരീക്ഷത്തിന്റെ കാരണം. മദീന നിർമ്മിച്ചത്, മദീന പൂത്തുലഞ്ഞത്, മദീനയുടെ നാഗരികത രൂപപ്പെട്ടത്, മദീനയുടെ രാഷ്ട്രീയ വ്യവസ്ഥാപിതമാക്കപ്പെട്ടത്, മദീനയ്ക്ക് ഒരു ഭരണഘടനയുണ്ടായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ്. മദീന വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. അല്ലാഹു പറഞ്ഞു പരിശുദ്ധമായ ഖുർആനിൽ, അല്ലാഹുവിന്റെ കയറിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. പരിശുദ്ധമായ ഖുർആൻ ഗോത്രീയമായ വൈര്യങ്ങളിനി വേണ്ട, മാനവികമായ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണം. വലാ തഫറഖൂ, നിങ്ങൾ ശിഥിലരാകരുത്. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കണം. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നപ്പോൾ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, പ്രവാചകൻ വന്നൊന്നും ചെയ്തില്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് ഇണക്കി സ്നേഹിക്കാൻ പഠിപ്പിച്ചു, പരസ്പരം കാരുണ്യത്തോടെ തലോടാൻ പഠിപ്പിച്ചു. فألف بين قلوبكم فأصبحتم بنعمته إخوانا. നിറം നോക്കാതെ, ഗോത്രം നോക്കാതെ, ഭാഷ നോക്കാതെ, ദേശം നോക്കാതെ പരസ്പരം സ്നേഹിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ പഠിപ്പിച്ചു. ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ നിങ്ങളാവുകയും ചെയ്തു. പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ, നിങ്ങൾ നരകത്തിന്റെ തീക്കുണ്ടാരത്തിന്റെ വക്കിലായിരുന്നു. അനൈക്യത്തിൽ, ശിഥിലതയിൽ, കലഹങ്ങളിൽ അസ്വസ്ഥപ്പെട്ട് മാനസികമായും ശാരീരികമായും തകർന്ന നിങ്ങൾ, അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതാണ്. ഒരു ദൗത്യത്തിന്റെ അർത്ഥമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മദീന എന്ന് പറഞ്ഞാൽ പുണ്യനബിയുടെ നാടാണ്, ബലദുർ റസൂൽ. അതാണ് ബലദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് മാനദണ്ഡം? സ്നേഹമാണ് മാനദണ്ഡം. ഒരു നാട് എന്റേതാണ് എന്ന് പറയുന്നത് ആ നാട് അവനെ അണച്ചു പിടിക്കുമ്പോഴാണ്, അവൻ ആ നാടിനെ അണച്ചു പിടിക്കുമ്പോഴുമാണ്. ജനനം കൊണ്ടോ, തറവാട് കൊണ്ടോ, കുടുംബങ്ങൾ അവിടെയുണ്ട് എന്നതുകൊണ്ടോ ആ നാട് നാടാവുകയില്ല. സ്നേഹിക്കാൻ ഒരിടം, സ്നേഹിക്കപ്പെടാൻ ഒരിടം. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പല നഷ്ടങ്ങളും സംഭവിക്കുമ്പോൾ, പല ഒറ്റപ്പെടലുകളും സംഭവിക്കുമ്പോൾ നമ്മൾ നിരാശരാകാറുണ്ട്. നമ്മളൊക്കെ സ്നേഹിച്ച ആളുകൾ നമ്മളെയൊക്കെ ചതിച്ചല്ലോ എന്ന്. അവിടെ ആ ലോകം അവസാനിച്ചു എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ സ്നേഹിക്കാൻ ഒരു സമൂഹം, ഒരു ജനത അപ്പുറത്തുണ്ട്. അല്ലാഹുവിന്റെ ഭൂമി വിശാലമാണ്.
നീ അലഞ്ഞു തിരിഞ്ഞ് നിന്നെ പരിഗണിക്കാത്തവരുടെ പുറകെ നടന്ന കാലത്തിൽ നിന്നെ പരിഗണിക്കാൻ, നിന്നെ തലോടാൻ അള്ളാഹു ഈ ഭൂമിയിൽ മനുഷ്യരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ മനുഷ്യരിലേക്ക് എത്താനുള്ള പ്രയാണത്തിന്റെ വഴിയാണ് ആ ഒറ്റപ്പെടൽ. അതാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ജീവിതത്തിൽ നിന്ന് മദീന ജീവിതത്തിലേക്കുള്ള പരിവർത്തനം എന്ന് നമുക്ക് കാണാൻ കഴിയും. മദീന റസൂലിനെ സ്നേഹിച്ചില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? റസൂൽ മദീനയെ സ്നേഹിച്ചില്ലേ? മനുഷ്യർ മാത്രമല്ല, മണൽത്തരികൾ പോലും പ്രവാചകനെ സ്നേഹിച്ചു എന്ന് അതിശയോക്തിയല്ല. മദീനയുടെ ഈന്തപ്പനകൾ പോലും പ്രവാചകനെ സ്നേഹിച്ചു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ ആദ്യകാലത്ത് നിർവഹിച്ചിരുന്നത് ഒരു ഈന്തപ്പനത്തടി ആശ്രയിച്ചിട്ടാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം അൻസാരികൾ തന്നെ ചോദിച്ചു, മദീനക്കാര് തന്നെ ചോദിച്ചു, പ്രവാചകരെ, അങ്ങേക്ക് ഖുതുബ നിർവഹിക്കാൻ ഒരു മിമ്പർ ഞങ്ങൾ പണി കഴിപ്പിക്കട്ടെയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സ്നേഹപൂർണമായ ആവശ്യത്തിന് മുമ്പിൽ തലകുനിച്ചു. മിമ്പർ പണി കഴിപ്പിച്ച് മസ്ജിദുൻ നബവിയുടെ മെഹ്റാബിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മിമ്പറിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ ഒരു ഏങ്ങൽ കേൾക്കുന്നു, ഒരു കരച്ചിൽ കേൾക്കുന്നു. പ്രവാചകൻ മാത്രമല്ല കേട്ടത്, അവിടെ മസ്ജിദുൻ നബവിയിൽ കൂടിയ വിശ്വാസികളെല്ലാം കേട്ടു. അതൊരു മനുഷ്യന്റെ ഏങ്ങലല്ലായിരുന്നു, അതൊരു കുഞ്ഞിന്റെ ഏങ്ങലല്ലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും കാലം ആശ്രയിച്ച ഈന്തപ്പന തടിയുടെ ഏങ്ങലായിരുന്നു. ഇത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ മദീനയെ സ്നേഹിച്ചു. സ്നേഹം എത്രമാത്രം ആർദ്രമായിരുന്നു, എത്രമാത്രം ആഴമേറിയതായിരുന്നു. ആ മദീന റസൂലിനെയും സ്നേഹിച്ചു. അതാണ് ഈ കാണുന്നത്. മദീനയിലെ മണൽത്തരികൾ പോലും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തിന് വേണ്ടി, വരവിന് വേണ്ടി അവർ പന്തലൊരുക്കി കാത്തിരുന്നു. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക അധ്യാപനങ്ങൾ മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ, മസ്ജിദുൻ നബവി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്ന ഈ പള്ളി പോലെയൊന്നുമല്ല, പള്ളിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. റസൂലുള്ളാഹി തങ്ങൾ വന്നതിന് ശേഷമാണ് മസ്ജിദുൻ നബവി 3-4 തടി കഷ്ണമൊക്കെ എടുത്തു വെച്ച് റെഡിയാക്കിയത്. അവിടെ ഒരു ഓരത്ത് ചേർന്നിരുന്ന് അവർ ദീൻ പഠിച്ചു, ഇസ്ലാമിന്റെ സ്നേഹ സന്ദേശങ്ങൾ കൈമാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സ്നേഹോഷ്മളമായ വരവിന് വേണ്ടി അവർ കാതോർത്തു. എന്നാണ് റസൂൽ ഖദിമ ഇലൈനാ റസൂലുള്ള ഞങ്ങളിലേക്ക് എത്തി എന്ന വാർത്ത ഞങ്ങൾ കേൾക്കുന്നത് എന്നവർ കാതോർത്തു. എല്ലാ ദിവസവും മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തുമ്പോഴുള്ള അതിർത്തി പ്രദേശത്ത് റസൂലുള്ളാഹി തങ്ങളെ വരവേൽക്കാൻ ആ സ്ത്രീകളും പുരുഷന്മാരും വൃദ്ധന്മാരും വൃദ്ധകളും കുഞ്ഞുങ്ങളും കാത്തു നിൽക്കും. 10 മണിയാകുമ്പോൾ അവർ തിരിച്ചു പോകും. അങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഒരു ദിവസം മദീനത്തേക്ക് എത്തുന്നത്. ആദ്യം കണ്ടത് ഒരു ജൂതനാണ്. ജൂതൻ മദീനത്തെ തെരുവുകളിലൂടെ ഓടിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്ന പുണ്യ റസൂൽ മദീനത്ത് കാലുകുത്തിയിരിക്കുന്നു. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും വീടുകളിൽ നിന്ന് പ്രവഹിച്ചു പുണ്യ റസൂലിനെ വരവേൽക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് അവരുടെ പെൺകുട്ടികൾ പാടിയത്, ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ അശ്ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. ഞങ്ങളിൽ ഇതാ ചന്ദ്രൻ ഉയർന്ന മൊട്ടക്കുന്നുകളിൽ നിന്നും മണലാരുണ്യങ്ങളിൽ നിന്നും മക്കയിൽ നിന്നും ഉദയം ചെയ്തിരിക്കുന്നു എന്ന് പുണ്യ റസൂലിനെ വരവേറ്റുകൊണ്ട് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഉജ്ജ്വലമായ സ്വാഗതഗാനം കുഞ്ഞുമക്കൾ പാടി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലേക്ക് വരവേറ്റു. ഓരോ വീട്ടുകാരും വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തിൽ പിടിക്കും, ഞങ്ങളുടെ വീട്ടിലേക്ക്. എവിടെ നിന്നാണ്? മക്കയിൽ നിന്നാണ് വരുന്നത്, ഒറ്റപ്പെടലുകളിൽ നിന്നാണ് വരുന്നത്. ആലോചിക്കണം. തായിഫിൽ നിന്ന് കൊണ്ട കല്ലേറുകളുടെ കണക്ക്, അബൂ താലിബിൽ പച്ചിലകൾ തിന്ന് ജീവിച്ചതിന്റെ കണക്ക്,
കഅബാലയത്തിന്റെ പരിസരത്ത് നിന്ന് നമസ്കരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കൊടൽമാലകൾ ബന്ധിക്കപ്പെട്ട കഥകൾ, കല്ലെറിയലുകൾ, പരിഹാസങ്ങൾ, ആക്ഷേപങ്ങൾ, ഭ്രാന്തനെന്നും മായാജാലക്കാരനെന്നും കവിയെന്നുമുള്ള ആക്ഷേപം നിറഞ്ഞ വിളികളുടെ നടുവിൽ നിന്ന് അല്ലാഹു റസൂലിനൊരുക്കിയ സ്നേഹത്തിന്റെ പറുദീസയാണ് മദീന, പുണ്യ മദീന. അതുകൊണ്ടാണ് മക്കയെക്കാളും ഒരു മുഅ്മിനിന് മദീനയോട് ഒരു വൈകാരികമായ, വളരെ വൈകാരികമായ ഒരു ബന്ധം. പുണ്യ റസൂലിനെ ചേർത്ത നാടാണത്. അള്ളാഹുവിന്റെ റസൂലിനെ അണച്ചുപിടിച്ച നാടാണത്. ആ മനുഷ്യരെ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലാണ് ആ ഒട്ടകം മുട്ടുകുത്തിയത് എന്നാണ് ചരിത്രം. ഞാനായിട്ട് ആരുടെയും വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. ആ ഒട്ടകത്തെ വിട്ടേക്ക്, ആ ഒട്ടകം എവിടെ മുട്ടുകുത്തുമോ അവിടെയാണ് എന്റെ താമസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തിയത് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ്. വീടിന്റെ മുകളിലത്തെ നില അവർ താമസിച്ചു, താഴത്തെ നില പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടമാക്കി അവർ ഒരുക്കി വെച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന് ഒരു വേദന. ഞാൻ മുകളിലും പുണ്യ റസൂൽ താഴെയും, എന്റെ കാലുകളുടെ താഴെ, ഞങ്ങളുടെ താഴെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവലാദി പറഞ്ഞു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചു. അവർ പാചകം ചെയ്യുന്ന ഭക്ഷണം റസൂലുള്ളാഹി തങ്ങൾക്ക് സമർപ്പിച്ച് ആ പാത്രത്തിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ കഴിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിച്ച സ്ഥലത്ത് നിന്ന് വിരലുകൾ ചേർത്ത് വെച്ച് റസൂലുള്ളാഹി തങ്ങൾ ചുണ്ടുകൾ സ്പർശിച്ച പാത്രത്തിൽ അവരുടെ ചുണ്ടുകൾ ചേർത്ത് പിടിച്ച് സ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ കഥകൾ മദീനക്കാർ പറഞ്ഞു തരുമ്പോൾ വെറുതെ സുഹൈൽ ബിൻ അംർ എന്ന ശത്രുപക്ഷത്തുള്ള ആൾ ഹുദൈബിയ സന്ധിയുടെ കാലഘട്ടത്തിൽ പറഞ്ഞത്, ലോകത്ത് എത്രയോ നേതാക്കന്മാരെ അനുയായികൾ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പേർഷ്യയിൽ, ഇറാഖിൽ, റോമിൽ പല രാജാക്കന്മാരുടെ പരദീസകളിൽ ഞാൻ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാർ സ്നേഹിക്കുന്നത് പോലെ മറ്റാരെയും സ്നേഹിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഉഹദിന്റെ രണഭൂമിയിൽ ഒരു സ്ത്രീ ആ ഭൂമികയിലൂടെ ഓടുകയാണ്. ഒരു വാർത്ത വരുന്നു, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രക്തസാക്ഷിയാക്കപ്പെട്ടു എന്ന്. അവര് നിലവിളിച്ചുകൊണ്ട് ഉഹദിന്റെ ഭൂമികയിലൂടെ ഓടുമ്പോ ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ രക്തസാക്ഷിയാക്കപ്പെട്ടിരിക്കുന്നു. അയിന റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് എവിടെ? വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് രക്തസാക്ഷിയാക്കപ്പെട്ടു, എനിക്ക് റസൂലുള്ളാഹയെ കാണിച്ചു തരൂ. വീണ്ടും പറഞ്ഞു, എവിടെ? വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ മകൻ രക്തസാക്ഷിയാക്കപ്പെട്ടു, എന്റെ റസൂലിനെ എനിക്ക് കാണിക്കണം എന്ന് ആ സ്ത്രീ വാശി പിടിച്ചുകൊണ്ട് മദീനയിലെ ഉഹദിന്റെ രണഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട ശേഷമാണ് അവർക്ക് ആശ്വാസമായത്. കുല്ലു മുസീബത്തിൻ ബഅദക ജുലലുൻ യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ ജീവിച്ചിരിക്കെ എന്റെ ജീവിതത്തിന് എന്തെല്ലാം മുസീബത്തുകൾ വന്നാലും, കഷ്ടങ്ങൾ വന്നാലും, പരീക്ഷണങ്ങൾ വന്നാലും അതെല്ലാം നിസ്സാരമാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ മനുഷ്യർ, ആ അൻസാറുകൾ, ആ മദീനക്കാർ വെറുതെ സ്നേഹിച്ചതല്ലല്ലോ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ച് ആ മനുഷ്യരെ ചേർത്ത് നിർത്തിയതിന്റെ, നെഞ്ചോട് ചേർത്ത് പിടിച്ചതിന്റെ ആത്മാർത്ഥമായ സ്നേഹമാണത്. വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലൻ ഫളു മിൻ ഹൗലിക്, വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബ്, താങ്കൾ പരുഷ സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ, കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ അവർ താങ്കളുടെ ചുറ്റും നിന്ന് പിരിഞ്ഞു പോകുമായിരുന്നു.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. എങ്ങനെയാണ് ആ ജനതയെ അല്ലാഹുവിന്റെ റസൂൽ ചേർത്ത് നിർത്തിയത്? സ്നേഹത്തിന്റെ ചങ്ങലയിലാണ്, കാരുണ്യത്തിന്റെ ആശ്വാസവാക്കുകൾ കേട്ടാണ് ആ ജനത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചേർന്ന് നിന്നത്. അതുകൊണ്ടാണ് നബുവത്തിന്റെ ടാഗ് ലൈൻ വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. പ്രവാചകരെ, ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ നാം താങ്കളെ നിയോഗിച്ചിട്ടില്ല എന്ന്. യസ്രിബിൽ നിന്ന് മദീനയിലേക്കുള്ള ഒരു ശക്തമായ പരിവർത്തനമാണ് ഈ ചരിത്രം. മദീനയായത് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപാദങ്ങൾ ആ മണ്ണിൽ സ്പർശിച്ചത് മുതലാണ് എന്നുള്ളതാണ്. മദീനയുടെ ജനങ്ങൾ, മദീനയുടെ പ്രകൃതി, മദീനയുടെ മണൽത്തരികൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിന്റെ മാറോട് അണച്ചു പിടിച്ചു. മസ്ജിദുൻ നബവിയിൽ നിന്ന് ആ സ്നേഹത്തിന്റെ ശബ്ദം ലോകം കേട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ബറക്കത്ത് ചെയ്തു. അല്ലാഹുമ്മ ബാരിക് ഫീ മിക്യാലിഹിം. അല്ലാഹുവേ, മദീനക്കാരുടെ അളവുകളിൽ അവർ ധാന്യങ്ങൾ അളക്കുമ്പോൾ ബറക്കത്ത് ചെയ്യണമേ. അവരുടെ സാഗകളിൽ ബറക്കത്ത് ചെയ്യണമേ. അളവ് പാത്രങ്ങൾ, അവരുടെ മുദ്ദുകളിൽ ബറക്കത്ത് ചെയ്യണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചു. എന്തെങ്കിലും യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോ മദീനയെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അകലെ നിന്ന് കാണുമ്പോൾ തന്നെ പ്രവാചകന്റെ ഒട്ടകത്തെ പ്രവാചകൻ വേഗത്തിലാക്കും. എങ്ങനെങ്കിലും അവിടെ എത്തണം, അണയണം എന്ന ഒരു വ്യഗ്രത പ്രവാചകൻ ഒട്ടകത്തെ പായിക്കുമ്പോൾ കാണാൻ കഴിയും. അതുകൊണ്ട് ജന്മനാടായ മക്കയെക്കാളും വളരെ വൈകാരികമായി പ്രവാചകൻ മദീനയോട് ചേർന്ന് നിന്നത് റസൂല് മദീനയെയും മദീന റസൂലിനെയും സ്നേഹിച്ചതിൽ നിന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക വിജയമൊക്കെ സംഭവിച്ച് മക്ക കീഴടക്കി. ഇനിയിപ്പോ അവിടെ താമസിക്കാൻ പ്രവാചകന് കഴിയും. കഅബത്തുള്ളയുണ്ട്. ഒരു വഖത്ത് നമസ്കാരത്തിന് 1,00,000 നമസ്കാരത്തിന്റെ പുണ്യം ലഭിക്കുന്ന കഅബത്തുള്ള, പ്രവാചകന്റെ നാട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതാവായി ഭരണാധികാരിയായി മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ മദീനക്കാരായ ആളുകൾ 1,00,000-ലധികം അനുചരന്മാർ പ്രവാചകന്റെ സഫിലുണ്ടായിരുന്നു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത്. അതിൽ മദീനക്കാരായ ആളുകൾ ഒരു കുശലം പറഞ്ഞു. പ്രവാചകന് തങ്ങളുടെ നാട് തിരിച്ചു കിട്ടി, ഇനി മദീന പ്രവാചകന് ആവശ്യമില്ലായിരിക്കാം, നമുക്ക് തിരിച്ചു പോകാം എന്നൊക്കെയുള്ള ചില ചർച്ചകൾ. അപ്പോഴാണ് മുഹാജിറായ ഒരു സഹാബി വന്ന് പ്രവാചകനോട് വന്നിട്ട് പറയുന്നത്, മദീനക്കാരിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാരെ വിളിച്ചു, നിങ്ങളുടെ ചർച്ചകൾ എന്താണ് എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂലിനോട് അവർ പറഞ്ഞു, താങ്കൾക്ക് താങ്കളുടെ നാട്, ഈ കഅബയും ഈ പരിസരവും അത് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അവിടെ മദീനക്കാരായ ഞങ്ങളുടെ പ്രസക്തിയെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ മഹ്യാ മഹ്യാക്കും വൽ മമാതു മമാതുക്കും. ഞാൻ ജീവിക്കുന്നെങ്കിൽ നിങ്ങളോടൊപ്പം ജീവിക്കും, മരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളോടൊപ്പം മരിക്കും. മക്കയിൽ ജനിച്ച പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള അങ്ങനെയാണ് മദീനയിൽ, ഖബർ അവിടെ അങ്ങനെയാണ് മദീനയിൽ ഒരുങ്ങിയത്. ഹുജ്റത്തു ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്. റസൂലുള്ളാഹി തങ്ങൾ കിടന്ന കട്ടിലിന്റെ താഴെ മദീനത്തെ മസ്ജിദ് നബവിയോട് ചേർന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്ത്യവിശ്രമം ഒരുങ്ങുന്നത് അൽ മഹ്യാ മഹ്യാക്കും വൽ മമാതു മമാതുക്കും. ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ജീവിക്കും, മരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ മരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു എന്ന് പറയുന്നു. സ്നേഹിച്ച മനുഷ്യരോട് ഇനി എന്തെല്ലാം നേടിയാലും ആ മനുഷ്യരോട് ചേർന്ന് നിൽക്കും, അവിടം വിട്ടെവിടേക്കുമില്ല. അതുകൊണ്ടാണ് റസൂൽ ദുആ ചെയ്തത്, അല്ലാഹുമ്മ അർഹമിൽ അൻസാർ. അല്ലാഹുവേ, മദീനയിലെ മദീനാവാസികൾക്ക് നീ കരുണ ചെയ്യണമേ. വർഹം അബ്നാ അൽ അൻസാർ. അൻസാരികളുടെ മക്കൾക്ക് നീ കരുണ ചെയ്യണമേ, അൻസാരികളുടെ മക്കളുടെ മക്കൾക്ക് നീ കരുണ ചെയ്യണമേ എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചത് ആ സ്നേഹത്തിന്റെ പ്രാർത്ഥനയാണ്. അന്ത്യദിനത്തിനോടനുബന്ധമായി ലോകത്ത് ദജ്ജാലിന്റെ ഫിത്നയുണ്ടാകുമ്പോൾ കിഴക്കും പടിഞ്ഞാറും ഒക്കെ ദജ്ജാല് വിഹരിക്കും. പക്ഷേ എന്റെ നാടായ മദീനയിലേക്ക് കടക്കാൻ ദജ്ജാലിന് സാധിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനാണ്. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത്. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി, ആരെങ്കിലും ഒരാൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ വെള്ളിയാഴ്ച ദിവസം ഉസിമ മിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നതാണ്. മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്നത് അന്ത്യദിനത്തിനോട് അനുബന്ധമായി വരുന്ന ഒരു വലിയ ഫിത്നയാണ്. ആ ഫിത്നയ്ക്ക് മുമ്പ് പല പല ദജ്ജാലുകൾ ഉണ്ടാകും. നമ്മുടെ ഈമാനിനെ തെറ്റിക്കാൻ, നമ്മുടെ വിശ്വാസത്തിനെ തെറ്റിച്ച് കുഫ്രിലേക്ക് നമ്മളെ തള്ളിവിടുന്ന ഒരുപാട് ദജ്ജാലുകൾ ഉണ്ടാകും. ആ ദജ്ജാലുകളുടെ ഫിത്നയിൽ നിന്നും കൂടെയുള്ള സംരക്ഷണ കവചമാണ് സൂറത്തുൽ കഹ്ഫ്. ഇസ്ലാമിൽ നിന്ന് കുഫ്രിലേക്ക് ആളുകൾ ചേക്കേറുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം ഉപേക്ഷിക്കുന്ന യുവതലമുറ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യട്ടെ. അർത്ഥമറിഞ്ഞും അറിയാതെയും പാരായണം ചെയ്യട്ടെ. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ്, ആരെങ്കിലും ഒരാൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ ഉസിമ മിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദജ്ജാലിന് എവിടെ കയറാൻ കഴിയുമെങ്കിലും മദീനയിൽ കയറാൻ കഴിയില്ല. മദീനയിൽ അതിർത്തി പ്രദേശത്ത് വന്ന് നിന്നുകൊണ്ട് ദജ്ജാൽ ചോദിക്കും, ലിമൻ ഹാദൽ ഖസ്റുൽ അബിയദ്, ഇത് ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം? ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം? മദീനത്തെ പള്ളിയെ പറ്റി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്. അന്ന് ദജ്ജാൽ വന്നിട്ട് ചോദിക്കും, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം എന്ന്. ഇത് റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ മദീനത്തെ മസ്ജിദ് നബവി എന്ന് പറഞ്ഞാൽ കുറച്ച് ഈന്തപ്പന മടലുകൾ കൊണ്ട് ചേർത്ത് വെച്ച ഒരു കൂരയാണ്. എവിടെ വെള്ളക്കൊട്ടാരം? ലിമൻ ഹാദൽ ഖസ്റുൽ അബിയദ്, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം? മദീനത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ നാട്. അവിടെ ദജ്ജാലിന് പ്രവേശനം ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, ഇന്നൽ ഈമാന ലയറുസു ഇലൽ മദീന, ഈമാൻ മദീനയിലേക്ക് അഭയം പ്രാപിക്കും. ഖിയാമത്ത് ദിനമാകുമ്പോൾ ഈ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മദീനയാണ് അഭയം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനയിൽ തന്നെ മരിക്കണമെന്ന് ആഗ്രഹിച്ചത്. മദീനയ്ക്ക് പുറത്തു പോയാൽ പെട്ടെന്ന് തന്നെ അദ്ദേഹം തിരിച്ചു മദീനയ്ക്ക് വരും. اللهم ارزقني شهادة في سبيلك واجعل موتي ببلد رسولك. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ എനിക്ക് രക്തസാക്ഷിത്വം നൽകണമേ, എന്റെ മരണം നിന്റെ റസൂലിന്റെ നാട്ടിൽ വെച്ചാക്കുകയും ചെയ്യണമേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തപ്പോൾ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലയോ പിതാവേ, അതെങ്ങനെ പറ്റും? മദീന യുദ്ധമുഖമല്ല, അവിടെ രക്തച്ചൊരിച്ചിലുകൾ പാടില്ല. മദീനയിൽ രക്തസാക്ഷിയാകണമെങ്കിൽ മദീനയിൽ യുദ്ധം നടക്കണം. മദീനയിൽ യുദ്ധം നടക്കില്ല. എന്നാൽ താങ്കൾക്ക് രക്തസാക്ഷിയാവുകയും വേണം, മദീനത്ത് മരിക്കുകയും വേണം. രണ്ടും കൂടെ നടക്കൂലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ 10 വർഷത്തെ ഭരണകാലഘട്ടത്തിൽ അതിന്റെ പരിസമാപ്തി ഒരു സുബഹി നമസ്കാരമാണ്. സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിന്ന് നമസ്കരിച്ച ഉമർ ഇബ്നുൽ ഖത്താബിനെ മജൂസിയായ ഫൈറൂസ് അബൂ ലുഅ്ലുഅ് കുത്തി വീഴ്ത്തുകയാണ്. നിസ്കാരത്തിൽ നിന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അന്ത്യശ്വാസം വലിക്കുകയാണ്. അല്ലാഹുവിലേക്ക് യാത്ര പറയുകയാണ്. ആ ദുആ, അല്ലാഹുമ്മ അർസുഖ്നി ഷഹാദത്തൻ ഫീ സബീലിക്, നിന്റെ മാർഗത്തിലുള്ള രക്തസാക്ഷിത്വം എനിക്ക് നീ നൽകണമേ. എന്റെ മരണം നീ നിന്റെ റസൂലിന്റെ നാട്ടിൽ വെച്ചാക്കണമേ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതത്തിൽ കാണാം, മദീന വിട്ട് എങ്ങോട്ടേക്കും പോയിട്ടില്ല. ഹജ്ജിന് പോയി അദ്ദേഹം പെട്ടെന്ന് തിരിച്ചു വന്നു. പേടിയാണ്, വേറെ എവിടെയെങ്കിലും പോയി മരണം സംഭവിക്കുമോ എന്ന്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രാർത്ഥനയായിരുന്നു മദീനയിൽ മരിക്കണം എന്ന്. മദീനയോട് ഒരു മുഅ്മിനിന്റെ വൈകാരികമായ സ്നേഹം, അടുപ്പം, അത് പുണ്യ റസൂലിനെ അണച്ചുപിടിച്ച ഒരു നാടാണ് എന്ന നിലയ്ക്ക്
ഹാജിമാർ പ്രവഹിക്കുന്ന ഈ വേളയിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലുമായിട്ടുള്ള നമ്മുടെ ബന്ധം അള്ളാഹുവിലേക്കുള്ള ബന്ധമാണ്. അള്ളാഹുവിലേക്കുള്ള ബന്ധം സ്വർഗത്തിലേക്കുള്ള ബന്ധം ഒരു വഴിയാണ്, വിജയത്തിലേക്കുള്ള വഴിയാണ്, സ്നേഹത്തിലേക്കുള്ള വഴിയാണ്, കാരുണ്യത്തിലേക്കുള്ള വഴിയാണ്, ജീവിതം സംസ്കാര സമ്പന്നമാകുന്നതിലേക്കുള്ള വഴിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മുഅ്മിനീങ്ങളിൽ, നല്ല സാലിഹീങ്ങളിൽ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള മുഹബ്ബത്ത്, സ്നേഹം കുടിപ്പിക്കപ്പെട്ട ഹൃദയങ്ങളുടെ അഹലുകാരായി അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ.